തൃശ്ശൂരിൽ സുരേഷ് ഗോപി NDA സ്ഥാനാർത്ഥിയാവും. തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിലേക്ക് പോയതോടെ ഒഴിവന്ന സീറ്റിൽ BDS നിന്ന് BJP ഏറ്റെടുക്കും. സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായാൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാനാകുമെന്നാണ് BJP ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സുവി ചേരുന്നു. സുവി, ഒടുവിലത്തെ റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ്? ഗോപി, തൃശൂരിലെ സീറ്റിൽ തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിലേക്ക് പോയ സാഹചര്യത്തിലാണ് ഇപ്പോൾ BJP സീറ്റ് വീണ്ടും ഏറ്റെടുത്തിരിക്കുന്നത്. ഈ സീറ്റിൽ സുരേഷ് ഗോപി തന്നെ മത്സരിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുമായി NDAയുടെ കേന്ദ്ര നേതൃത്വം ചർച്ച നടത്തിയിരിക്കുന്നു. ഇന്ന് വൈകുന്നേരത്തോടുകൂടി പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഒരു പ്രഖ്യാപനം നടത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തിനോട് സമ്മതം അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഏതായാലും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി എത്തുകയാണ്. BJP പ്രതീക്ഷിക്കുന്നത് ശക്തനായ ഒരു കരുത്തനായ സ്ഥാനാർത്ഥി ഇവിടെ വരികയാണെങ്കിൽ വലിയ തോതിൽ ഒരു മുന്നേറ്റം ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2,05,005 വോട്ടാണ് BJPക്ക് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചത്. NDAക്ക് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചത്. ശബരിമല കൂടെ ഉണ്ടായ ഒരു സാഹചര്യം തങ്ങൾക്ക് അനുകൂലമാണെന്നാണ് പൊതുവെ BJPയുടെ ഒരു വിലയിരുത്തൽ. മാത്രവുമല്ല, അതുകൊണ്ട് തന്നെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി വന്നാൽ സാധിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ K. സുരേന്ദ്രന്റെയും AN രാധാകൃഷ്ണന്റെയും പേരുകൾ ഉൾപ്പെടെയാണ് ഇവിടെ പരിഗണിച്ചിരുന്നത്. പ്രധാനമായും തൃശൂർ ജില്ലാ നേതൃത്വം K. സുരേന്ദ്രനെയാണ് ഉയർത്തിക്കൊണ്ടുവന്നിരുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ ഒരു ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീളുന്ന ഒരു സാഹചര്യത്തിലാണ് BDJSന് സീറ്റ് നൽകുകയും NDA കൺവീനർ കൂടിയായ തുഷാർ വെള്ളാപ്പള്ളിയെ ഇവിടേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ വയനാട്ടിൽ രാഹുൽ സ്ഥാനാർത്ഥിത്വം ഏറ്റതോടുകൂടി തുഷാർ വെള്ളാപ്പള്ളി ഇവിടെ നിന്ന് പോയി. ഒപ്പം തന്നെ K. സുരേന്ദ്രനെ പത്തനംതിട്ടയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെ തൃശൂർ മണ്ഡലത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. BJP കരുതുന്നത് ഒരു A+ മണ്ഡലം, അതായത് വലിയ തോതിൽ വേരോട്ടമുള്ള ഒരു A+ മണ്ഡലമായാണ് തൃശൂരിനെ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി വരണം എന്ന് കരുതുന്നുണ്ട്. ആ രീതിയിലാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുമായി ചർച്ചകൾ നടത്തുകയും അദ്ദേഹത്തിൽ നിന്ന് സമ്മതം കേന്ദ്ര നേതൃത്വത്തിന് ലഭിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രധാനമായും സുരേഷ് ഗോപി ഈ മണ്ഡലത്തിൽ വരുന്നതോടുകൂടി കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഉൾപ്പെടെയുള്ള വോട്ടുകൾ സമാഹരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് BJPയുടെ ഒരു കണക്കുകൂട്ടൽ. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഇന്ന് വൈകിട്ടത്തോട് കൂടി ഉണ്ടാകും. അതിനുശേഷമായിരിക്കും സുരേഷ് ഗോപി തൃശൂരിലേക്ക് എത്തുക. സുവിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സുവി, അപ്പോൾ നേരത്തെ P. ശ്രീധരൻപിള്ളയുടെ പേരുണ്ടായിരുന്നു, ഗോപാലകൃഷ്ണൻ, അതെല്ലാം മാറ്റി ഇപ്പോൾ കേന്ദ്ര നേതൃത്വം തന്നെ നേരിട്ട് ഇടപെട്ട് സുരേഷ് ഗോപി എന്ന തീരുമാനത്തിലെത്തിയിരിക്കുന്നു. ഇനി പ്രഖ്യാപനത്തിന് മാത്രമേ ആവശ്യമുള്ളൂ, അല്ലേ? തീർച്ചയായും ഗോപി, ഈ സാഹചര്യത്തിൽ നമുക്ക് അത്തരത്തിൽ തന്നെ പറയേണ്ടി വരും. സുരേഷ് ഗോപി തന്നെയാകും NDAയുടെ ഒരു സ്ഥാനാർത്ഥി. നേരത്തെ ഈ തുഷാർ വെള്ളാപ്പള്ളി തൃശൂർ മണ്ഡലത്തിൽ നിന്ന് വയനാട് മണ്ഡലത്തിലേക്ക് പോയ ഒരു സാഹചര്യത്തിൽ MP രമേശ്, B. ഗോപാലകൃഷ്ണൻ, ശ്രീധരൻ പിള്ള, ഒപ്പം തന്നെ ജില്ലാ പ്രസിഡന്റ് നാഗേഷ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ തൃശൂരിൽ സജീവമായി ചർച്ച ചെയ്തിരുന്നു. എന്നാൽ MP രമേശിനും B. ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്ക് സംഘടനാ ചുമതലയുണ്ട്, തെരഞ്ഞെടുപ്പിന്റെ ചുമതലകളുണ്ട്. ഈ സാഹചര്യത്തിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും തൃശൂരിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാവും എന്നുള്ളതാണ് ഒടുവിൽ സൂചന. ഇനി പ്രഖ്യാപനം കൂടിയേ വേണ്ടുള്ളൂ.